ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഫ്ലോറോ ഫാൻറ്റസി വെങ്ങാട് വളാഞ്ചേരിയുള്ള കേട്ടോ. അപ്പോൾ രണ്ടാം പെരുന്നാളാണെന്ന്. അപ്പോൾ ഞാനും എൻ്റെ 3 കസിൻസും ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയും ആട്ടോ പോകുന്നത്. ഉപ്പാൻ്റെ ഓട്ടോയിലാട്ടോ പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയാലോ. പൂളിലിറങ്ങാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അത് ഫ്ലോറോൻ്റെ മുന്നിലായിരുന്നാണ്. പിന്നെ ഒന്ന് നോക്കി വിട്ടു. അങ്ങനെ ഗായ്സ് നമ്മൾ ഫ്ലോറോയിലെത്തി. ഇതാണ് ഫ്ലോറോയിലെ മെയിൻ ടിക്കറ്റ് ഭാഗമാട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കാറുള്ളത്. അത് നമുക്ക് ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ ടോട്ടൽ 8 പേരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലോറിൻ്റെ ഉള്ളിൽ കറങ്ങുന്ന ഈ ഒരു സാധനം ഇരിക്കട്ടോ. നമ്മൾ നടക്കേണ്ടി വരും, പക്ഷെ നമ്മൾ നടക്കുകയാണ് തോന്നുന്നത്. കാരണം അത്രത്തോളം തലമിന്നും. ഇതൊരു നമ്മൾ കളിക്കുന്നൊരു സാധനത്തിന് ഇത് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതാണെങ്കിലും നമ്മളത് കളിക്കുന്നൊരു അതുപോലെ തോന്നും. മനസ്സിലായത് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടോ. ഇതാണ് ഫ്ലോറോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനാണ് കേട്ടോ. ഈ ഫ്ലോറോ ആർട്ടിഫിഷ്യലായി ചെയ്യുന്ന ഒരു കപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു റൈഡ് പുതിയ റൈഡാട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് റൈഡ്സിൽ കയറാൻ ഡ്രസ്സ് റൂമിലേക്കാട്ടോ. പക്ഷെ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കാണാനാണ്. പൂളിറങ്ങുമ്പോൾ മാത്രമേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കീ ഒക്കെ മേടിച്ച് ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ വെച്ച് ഞങ്ങൾക്ക് 307 ആയിരുന്നു കീൻ്റെ ലോക്കർ കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് റൈഡൊക്കെ പോയി കാർ ഓട്ടുന്നതായിരുന്നു കേട്ടോ. ഇത് ഞാനും എൻ്റെ കസിൻസും കയറിയില്ല കേട്ടോ. കാരണം നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയും അനിയനും മാത്രം കയറിയിട്ടുള്ളൂ. അവിടെ ക്യൂ നിന്നു. ഞങ്ങൾ വേഗം വേറെ കയറിയിട്ടു. ഞങ്ങൾ ഫസ്റ്റോടെ കാത്തിട്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഞാനും മെയിനായിട്ട് കസിൻസും ആദ്യം കയറിയ റൈഡിലാണ്. ഇതാണെങ്കിൽ സ്ഥലം ഇനി ഒരു വിധമായിരുന്നു സത്യം പറഞ്ഞാൽ. നല്ല രസമുണ്ട്. നമ്മൾ അഴിമരിക്കുമ്പോൾ നമ്മൾ ഊകാൻ പോകുന്ന പോലെ ചെരിഞ്ഞ് പോകുന്ന പോലെ നമ്മളങ്ങോട്ട് താഴത്തേക്ക് വിൽക്കുന്നുള്ള ഒരു പോലെ ഫസ്റ്റ് സ്പീഡ് ഉണ്ടാവില്ല, പിന്നെ സ്പീഡ് വന്നിട്ടു. ഗൈസ് ഞാൻ എപ്പോഴും വോയിസ് കൊടുക്കാറ് രാത്രിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഉറക്കം വരാറുണ്ട്. ഉറങ്ങാൻ ഞാനാണെങ്കിൽ ലൈറ്റ് വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ വോയിസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എപ്പോൾ ഇതുവരെയുള്ള വോയിസിലൊക്കെ ഞാൻ രാത്രിയായിട്ട് വോയിസ് കൊടുക്കാറ്. സെക്കൻഡ് ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടോ. ഒരു യൂട്യൂബേഴ്സിനെ കണ്ടു. അവർ ഞങ്ങൾ പരിചയപ്പെടുത്തിപ്പെട്ടു കേട്ടോ. അവരാണ് ഈ പോകുന്നത് കേട്ടോ. അനിയൻ്റെയും അനിയത്തിൻ്റെയും ഒരു കസിൻ്റെയും ഫസ്റ്റ് റൈഡ് ഇതായിരുന്നു കേട്ടോ. ഓരെണ്ണോടൊപ്പം ഇരുന്നു. പിന്നെ എൻ്റെ അനിയത്തിന് ഒറ്റക്കായിരുന്നു. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. ഒരു ചെറിയ കുട്ടികളുടെ ഒരിത്. പിന്നെ നാലാട്ടം കയറിയത്. നടുവിനിലോ തിരുവിനിൽ മിതവെയിലിനിൽ ഇത് വെളിച്ചത്തിൽ മഴ വരുമെന നിന്നെ തരുമെന കണ്ടത്തിൽ നീയമതിടും വീട്ടുക്കുള്ള പൂച്ചെടികളിൻ പൂക്കളെ വെള്ള സുരുൾ മുടിയുടൻ ഇരുമകൻകളെ. ഇവിടെ ഗൈസ് നല്ല വ്യൂസ് ഉണ്ട്. വ്യൂ ഉണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഒരു കസിന് ഹോട്ടലിൽ കയറിയത്. മറ്റു കസിന് പേടിയാണ് പറഞ്ഞു. ഞാൻ കയറിയപ്പോൾ തന്നെ കസിന് വീണു കേട്ടോ. പിന്നെ രണ്ടാമത് കയറി വീണതൊന്നല്ല, പേടിയായിട്ട് കാലെടുത്തതാണ്. मैं पूरी हो रही हूँ तेरी साथ
പുതിയൊരു ഇത് വന്നതാട്ടോ, അക്വേറിയം. അപ്പോൾ ഞങ്ങൾ അക്വേറിയം കാണാൻ പോയി. പലതരമുള്ള മീനുകളൊക്കെ ഉണ്ട്. ഇതിന് മുന്നേയൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ കണ്ടിരുന്നു കേട്ടോ. നടുവിനിലോ തിരുവിനിൽ മിതവെയിലിനിൽ ഇത വെളിച്ചത്തിൽ മഴ വരുമെന നിന്നെ തരുമെന കണ്ടത്തിൽ എണ്ണം എന്ന നീ அமைத்திடும் வீட்டுக்குள்ள பூச்செடிகளின் பூக்களை வெள்ள சுருள் முடியுடன் இரு மகன்களை तेरी अदा भी है झोंके वाली छुके गुजर जा अधूरी थी जरा सी मैं पूरी हो रही हूँ तेरी सादगी में होके चूं तेरी अदा भी है झोंके वाली छुके गुजर जाने दे നടുവിനിലോ തിരുവിനിൽ മിതവെയിലിനിൽ ഇത വെളിച്ചത്തിൽ മഴ വരുമെന നിന്നെ തരുമെന കണ്ടത്തിൽ എണ്ണം എന്ന നീ அமைத்திடும் വീട്ടുക്കുള്ള പൂച്ച अधूरी थी जरा सी मैं पूरी हो रही हूँ तेरी सादगी में होके चूं അക്വേറിയം അത്ര പെട്ടെന്ന് കഴിയുന്നൊന്നുമില്ല കേട്ടോ ഗൈസ്. अधूरी थी जरा सी मैं पूरी हो रही हूँ तेरी सादगी में होके चूं വല്ലാതെ കളിയാക്കല്ലേ. ദിയാന ബ്ലോഗ് ഡിയാന ബ്ലോഗ് ഞാനും എൻ്റെ കസിനും 2 കസിൻസും പിന്നെ ഉപ്പയും കയറിട്ടോ. പിന്നെ എനിക്ക് വിശന്ന് ഊണ് കഴിക്കാൻ പോയിട്ട് കുറേ വീഡിയോസ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വീഡിയോസും എടുത്ത് വീഡിയോ കാട്ടും ഞങ്ങൾ. അപ്പോൾ സാധാ ചോറും ഫുഡൊക്കെ കഴിച്ച് DJ ഹാൾക്ക് പോയിട്ടോ. അത് പുതിയതായിരുന്നു, പക്ഷെ അതൊരു രസം ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഒരു ടീം ഉണ്ടായിരുന്നു, ഈ ചൊരുവിൽ പോയതാ. ഈ ഒരു ടീമായിരുന്നു. ചൊരുവ് പോയി കണ്ട് കളിക്കാമെന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോന്നു. പിന്നെ 3Dക്ക് പോയിട്ടോ. 3Dൻ്റെ അടുത്ത് തന്നെയാണ് DJ ഹോൾ കേട്ടോ. 3D ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നില്ല. ആർത്തിവിളിയായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫോൺ കാണാൻ അത്ര ക്ലിയർ ഒന്നുമില്ല കേട്ടോ. ക്ലിയർ ഇല്ലാതെ തന്നെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. ഏകദേശം എല്ലാ റൈഡ്സിലും കയറി. കുറേ റൈഡിൽ കയറിയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും താഴത്തേക്ക് കറന്ന് പോയെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് വന്നപ്പോഴാണ് ഇതെപ്പോഴും ഓപ്പൺ ആവില്ല കേട്ടോ. തിരുമാല അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടാണ് വന്നിട്ടോ. അപ്പോൾ ഈ ഒരു തിരുമാല കൊണ്ട് നേരത്തെ എല്ലാവരും ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. എപ്പോഴാണ് വരേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാട്ടോ. ഫ്ലോറ ഫാൻസിയിൽ എല്ലാ വാട്ടർ റൈഡ്സും എനിക്ക് ഇഷ്ടമാട്ടോ. നല്ല രസമാണ്. ഏറ്റവും രസം വാട്ടറുമായി ബന്ധപ്പെട്ടതാട്ടോ എനിക്കിഷ്ടം.
പിടിച്ചാൽ പോകണ്ട നമുക്ക് നോക്കാം. ഒന്ന് വേഗം ഒന്ന് വരീലേ നമുക്ക് അങ്ങനെ അറിയാലോ. പുട്ടാനാണ് പോയി ഒന്ന് കടഞ്ഞു. ഞാനുണ്ട് നമുക്ക് ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. പൂക്കളെ വെള്ള സുരുൾ മുടിയുடன் ഇരുമകൻകളെ கண்மணி 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 ഹലോ ഗൈസ് വീട്ടിലത്തെ സാധനം കാണാനില്ല. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു നടുവിനിലോ തിരുവിനിൽ മിതവെയിലിനിൽ ഇത് വെളിച്ചത്തിൽ മഴ വരുമെന നിന്നെ തരുമെന കണ്ടത്തിൻ എണ്ണം എന്ന നീ അമച്ചിടും വീട്ടുക്കുള്ള പൂച്ചെടികളിൻ പൂക്കളെ വെള്ള സുരുൾ മുടിയുடன் ഇരുമകൻകളെ अधूरी थी जरा सी मैं पूरी हो रही हूँ तेरी सादगी में होके चूर. കൺമണി ഒരു കാറ്റായി മഴയായി കിളിവാ. അങ്ങനെ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് നിന്ന് കുറേ വീഡിയോസ് മിസ്സായിക്കണമെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരുടെ അടുത്ത് കീയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ഉപ്പായ്ക്കൊരു ഫോൺ വിളി വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ സംസാരിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴത്തേക്കൊക്കെ ഇറങ്ങുന്നില്ല, താഴത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ ചിൽഡ്രൻസ് പാർക്കിൽ കഴിക്കായിരുന്നു കേട്ടോ കുട്ടികൾ. അവർക്ക് ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ മുന്നിലൂടെ പോകാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ ചാടി കടന്നുകൊണ്ടായിരുന്നു കേട്ടോ പോയിൻ്റ്. ആദ്യമായി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സൊക്കെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, ആൻഡ് ഷെയർ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.